അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തങ്ങളുടെ ഒട്ടകം ഒരു പ്രത്യേക വീട്ടുമുറ്റത്ത് വന്നുകിടക്കുന്നത് കണ്ട് ഹലീമ ബീവിയും ഭർത്താവും അത്ഭുതപ്പെട്ടു നിന്നു. കിതച്ചും പേടിച്ചും വാതിൽക്കൽ നിൽക്കുന്ന ആ ദമ്പതികളെ വീട്ടുടമയായ ആമിന ബീവി കണ്ടു. അവരുടെ മുഖത്തെ ദാരിദ്ര്യവും നിസ്സഹായതയും മനസ്സിലാക്കിയ ആ കാരുണ്യമുള്ള മാതാവ് അവരെ സ്നേഹത്തോടെ അകത്തേക്ക് ക്ഷണിച്ചു. വിശപ്പും ദാഹവും കൊണ്ട് അവശരായിരുന്ന അവർക്ക് ആമിന ബീവി കാരക്കയും ഈത്തപ്പഴവും ശുദ്ധജലവും നൽകി. വയറുനിറയെ ഭക്ഷണം കഴിച്ചപ്പോൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഓർത്തുകൊണ്ട് ഹലീമ ബീവിയുടെ കണ്ണുകൾ നിറഞ്ഞു. ദിവ്യമായ വെളിപാട്. ഭക്ഷണം നൽകി വിശപ്പടക്കിയ ശേഷം ആമിന ബീവി ഹലീമ ബീവിയോടായി ചോദിച്ചു, നിങ്ങൾ ഏത് ഗോത്രത്തിൽ നിന്നാണ് വരുന്നത്? നിങ്ങളുടെ പേരെന്താണ്? നിങ്ങളുടെ പിതാവിന്റെ പേരെന്താണ്? ഹലീമ ബീവി മറുപടി പറഞ്ഞു, ഞാൻ ബനൂ സഅദ് ഗോത്രത്തിൽ നിന്നാണ് വരുന്നത്. എന്റെ പേര് ഹലീമ, എന്റെ പിതാവിന്റെ പേര് അബൂ ദുഐബ്. ഇതുകേട്ട ആമിന ബീവിയുടെ മുഖം സന്തോഷം കൊണ്ട് പ്രകാശിച്ചു. അവർ പറഞ്ഞു, 3 ദിവസങ്ങൾക്ക് മുൻപ് എനിക്കൊരു വെളിപാട് ലഭിച്ചു. അതിൽ ഞാൻ കേട്ടത്, ബനൂ സഅദ് ഗോത്രത്തിൽ നിന്നും അബൂ ദുഐബിന്റെ മകളായ ഹലീമ എന്നൊരു സ്ത്രീ വരും. അവൾക്ക് നിന്റെ കുഞ്ഞിനെ ഏൽപ്പിക്കുക എന്നാണ്. ഈ അത്ഭുതവാക്കുകൾ കേട്ട ഹലീമ ബീവിക്ക് താൻ ഏറ്റെടുക്കാൻ പോകുന്ന കുഞ്ഞ് എത്രത്തോളം മഹാനാണെന്ന് ബോധ്യമായി. ആമിന ബീവി പുഞ്ചിരിയോടെ അകത്തേക്ക് പോയി ഒരു തുണിയിൽ പൊതിഞ്ഞ പ്രകാശത്താൽ തിളങ്ങുന്ന കുഞ്ഞിനെ കൊണ്ടുവന്ന് ഹലീമ ബീവിയുടെ കൈകളിൽ നൽകി. അനുഗ്രഹങ്ങളുടെ പെരുമഴ. ആ കുഞ്ഞിനെ കണ്ട മാത്രയിൽ ഹലീമ ബീവിയുടെ ഹൃദയത്തിലെ സങ്കടമെല്ലാം അലിഞ്ഞില്ലാതായി. അവർ ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തതും അത്ഭുതങ്ങൾ അവിടെ തുടങ്ങുകയായിരുന്നു. ഇമ്പം കുറിക്കുന്നതും ആകാംക്ഷയും അത്ഭുതവും നിറഞ്ഞ ഈ ചരിത്രകഥ ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങൾ കാത്തിരുന്ന ആ അത്ഭുത ചരിത്രം നമ്മുടെ യൂട്യൂബ് ചാനലായ മഹദിയ ഖത്തൂണിൽ തുടരുന്നു. അടുത്ത ഭാഗം ഉടൻ തന്നെ വരുന്നതാണ്.